ഹായ് ഹലോ, ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഒലിവിയ ആ ഒരു സബ്ജക്റ്റാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എന്നെ കുറേ പേര് തെറി വിളിക്കുന്നുണ്ടായിരുന്നു. വിളിക്കുന്നവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കട്ടെ. പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ പൊക്കൂടാ. ഈ യൂട്യൂബുകളികളുടെ വാക്കും കേട്ടുകൊണ്ട് പണ്ട് അവിടെ ജോലി ചെയ്തിട്ട് വൃത്തികേട് കാണിച്ചേ, അതായത് വെളിയിൽ പോയിട്ട് ആ സ്ഥാപനം തകർക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവരുടെ വീട്ടുമുറ്റത്ത് പോയി കൂകി കാറി കൂവി അസഭ്യം പറയുന്ന കേട്ടുകൊണ്ട് ഇന്ന് സപ്പോർട്ട് ചെയ്തവർക്ക് ഒരു സാധനം വീട്ടിലേക്ക് വരുന്നുണ്ട്, വാങ്ങിച്ച് വെക്കുക. നേരെ പോയി കോടതി കയറി ഇറങ്ങിക്കും. അത് കണക്ക് 2 വർഷം വരെ ശിക്ഷയും 2 ലക്ഷം രൂപ വരെ പിഴയും കിട്ടുന്ന വകുപ്പിലാണ് കേസ്. അപ്പം വക്കീലിനെയൊക്കെ റെഡിയാക്കി വെച്ചോ മക്കളെ. യൂട്യൂബുകൾ നിങ്ങൾക്ക് ചിലവിന് തരില്ല, നിങ്ങളെ അതോ ഗതിയാണ്. കാര്യം ഇവർ അവരുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനും അവർക്ക് പണം കിട്ടാനും വേണ്ടി കാണിച്ച വേലയിൽ നിങ്ങൾ പോയി ചാടിക്കൊടുത്തു. അതങ്ങനെ തന്നെ ഇവരെ പലരും വിളിച്ച് അവരുടെ വീട്ടിൻ്റെ അവിടെ പോയിട്ട് വേശ്യാന്ന് വിളിച്ചവർ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഉത്തരവാദി ഈ പെൺകുട്ടികളും കൂടാണ്. ഈ പെൺകുട്ടികൾ ജാതിയായിട്ടാണ് അവിടെ പോയേക്കുന്നത്. ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ അതിൽ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിലും കേസ് എല്ലാവർക്കും ബാധകമാണ്. സന്തോഷമായോ? നിങ്ങളെ യൂട്യൂബുകൾ അന്തസ്സായിട്ട് ഉപയോഗിച്ച് ഇതാക്കി കളഞ്ഞു, അവരുടെ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചു, പലതും പറയിപ്പിച്ചു. ഇങ്ങനെ നിങ്ങൾ അതിനെല്ലാം എവിഡൻറ്റുമായിട്ട് അവിടെ ചെല്ലണം. ഇനി ഫോണിൻ്റെ കാര്യം പലരും വീണ്ടും എന്നോട് പറയുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഫോൺ വാങ്ങി വെക്കുക എന്നുള്ളത് അവരുടെ പോളിസിയാണ്, അതൊരു കമ്പനിയുടെ പോളിസിയാണ്. ആ ഫോൺ വാങ്ങിച്ചു വെക്കുന്നത് നിത്യത്തിനല്ല, 60 ദിവസത്തേക്കാണ്. അപ്പോൾ ഇപ്പോഴും പലരുടെയും ഫോൺ 1 വർഷമായിട്ട് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി വാങ്ങിയില്ല. 60 ദിവസം കഴിഞ്ഞ് ആ സ്ഥാപനം കൊടുക്കാമെന്നുള്ള എഗ്രിമെൻറ്റിൽ ഉള്ള കാര്യമാണ്. പിന്നെ ഈ ഓൺലൈൻ സ്ഥാപനത്തിന് രജിസ്ട്രേഡ് അല്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയാണ്, ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൾറെഡി ഉള്ള സ്ഥാപനമാണ്. അത് കണ്ട് ബോധിച്ച ഒരാളാണ് ഞാൻ. ആ സ്ഥാപനത്തിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംശയം ഓൺലൈൻ സ്ഥാപനത്തിൽ ഓഫീസ് പാടുണ്ടോ, ഓൺലൈൻ സ്ഥാപനത്തിൻ്റെ സ്റ്റാഫ് പാടുണ്ടോ എന്നാണ്. നിങ്ങൾ ആമസോൺ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇതാണ്, അവർക്ക് ഓഫീസും ഉണ്ട്, ഇതുകൊണ്ട്. ഇവിടെ യൂട്യൂബ് ചാനലുകൾക്ക് വരെ ഓഫീസ് ഇട്ട് വെക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ അരിയണ്ണനൊക്കെ ചെയ്ത്. പിന്നെ ഇവരുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോയെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. PW റോഡിൽ അവരുടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത്, അല്ലാതെ പഞ്ചായത്ത് റോഡിൽ ഇറങ്ങിയ ഒരു വണ്ടിക്ക് എന്താണ് ഇതുണ്ടോയെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള ഇതേ കണക്ക് ഈ PW വണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞവർ ഇപ്പോൾ അവരെ വിളിച്ചിട്ട് കാല് പിടുത്തമാണ്. യൂട്യൂബുകളികൾ പലരും കാലിൽ പിടിച്ചിട്ട് അതേ കണക്ക് അവർ കോർട്ട് ഓർഡർ വാങ്ങി എല്ലാവർക്കും നല്ല സാധനം തന്നിട്ടുണ്ട്. യൂട്യൂബുകളികളെ വാങ്ങിച്ച് കൈ വെച്ചു. ഞാൻ പറയുവാണ്, അച്ചു മേഡത്തിൻ്റെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു ഇത്. നമ്മുടെ 1 മില്യൺ ഉള്ളൊരു പ്രമുഖ യൂട്യൂബർ അച്ചു മേഡത്തിനെ സഹായിച്ചു. സോ ആ യൂട്യൂബറോടും കൂടെ പറയുകയാണ്, നിങ്ങൾ ആദ്യം എതിർത്തെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തല്ലോ, അത് വലിയ കാര്യമാണ്. കാര്യം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ 10 പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാൻ ഒരുപാട് പേര് കാണും. ഇനി ഇതുപോലുള്ള മാറിയ പരിപാടി ഓൺലൈൻ കൊട്ടേഷൻ നടക്കരുത്. നടക്കുന്ന ഈ പരിപാടിക്കെതിരെ കൊടുത്തത് ഏറ്റവും അടിപൊളി പരിപാടിയാണ്. ഈ കാര്യത്തിൽ അച്ചു മേഡത്തിന് കൺഗ്രാറ്റ്സ് പറയാണ്. അതേ കണക്ക് അതുപോലെ തന്നെ ആ സ്ഥാപനത്തിനും കാര്യം ഇട്ടിട്ട് ഓടാൻ വേണ്ടി. പിന്നെ അതേ കണക്ക് ഇവരുടെ ഓൺലൈൻ സ്ഥാപനം പൂട്ടിച്ചു, അവർക്ക് അത് തന്നെ വേണമെന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങൾ സത്യമായ വിഡ്ഢികളാണ്, ശരിക്കും വിഡ്ഢികളാണ്. 10 പേരുടെ പണി മാത്രമേ നിങ്ങൾക്ക് കളയാൻ പറ്റുള്ളൂ. അവരുടെ സ്ഥാപനത്തിൻ്റെ വരുമാനം നിങ്ങൾക്ക് ഒരിക്കലും നിലപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഓൺലൈൻ സൈറ്റ് വഴി ഈ സാധനം കൊടുക്കും. അവർ സൈറ്റ് തുടങ്ങി, ഓൾറെഡി സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുവഴി കൊടുക്കും. അപ്പോൾ അവർക്ക് സ്റ്റാഫിനെ ആവശ്യമില്ല, അവരുടെ ലാഭം ഇത് വരും, സാധനം പോകുന്നതിൻ്റെ ഇത് കൂടും. ഓൾറെഡി നിങ്ങൾ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞു ഒലിവിയ എന്നുള്ള സ്ഥാപനത്തിന്. അപ്പോൾ ഇത് സെർച്ച് ലിസ്റ്റിലുള്ളൊരു സാധനമാണ്, കണ്ടമാനം കച്ചവടം നടക്കും. അതും പ്രത്യേകിച്ച് ഇത്രയും ചീപ്പ് വിലയ്ക്ക് നല്ല പ്രോഡക്റ്റ്സ്, നല്ല സൂപ്പർ പ്രോഡക്റ്റ്സാണ് ചീപ്പ് വിലയ്ക്ക്. കസ്റ്റമൈസ് എല്ലാവർക്കും ഒപ്പം ഉണ്ട് എന്നുള്ളതും നമുക്ക് ബോധിച്ച കാര്യമാണ്. കാര്യം കസ്റ്റമൈസ് പലരും വിളിച്ചിട്ട് എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ കമൻറ്റോളികൾ, കാശ് കൊടുത്ത് കമൻറ്റ് എഴുതുന്ന കുറച്ച് നാറികൾ വന്ന് തെറി എഴുതി വെക്കുന്നുണ്ട്. എനിക്ക് ഒലക്കയാണ്. ആരാക്രമിക്കപ്പെടുന്നോ അവരുടെ കൂടെ നമ്മൾ കാണും. പിന്നെ പണം തന്നിട്ടാണെന്ന് പറയുന്നത്, പണം തന്നിട്ടാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ യൂട്യൂബുകളിൽ
പണം വാങ്ങി അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ വോയിസ് വരെ അവർ വെളിയിട്ടിട്ടുണ്ട്. അങ്ങനെ പണം കൊടുത്തവർക്ക് തീർക്കാനായിരുന്നെങ്കിൽ അവരെ ഈ സ്ഥാപനം പൂട്ടേണ്ട ഒരാവശ്യവും അവർക്ക് വരില്ലായിരുന്നു. ഇതിലെ പല അവന്മാർക്കും പല എന്തുവാന്ന് എഗ്രിമെൻറ്റും വെക്കുന്നെന്നുള്ള രീതിയിൽ പണം ചോദിച്ച് പോയ ആൾക്കാരുണ്ട്. പണം ചോദിക്കുന്ന യൂട്യൂബേഴ്സ്, പണം വാങ്ങിച്ച് പരിപാടി ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇവരാരെങ്കിലും അവിടെ പോയിട്ട് അവർ പണം കൊടുത്തിട്ടുണ്ടോ? അപ്പം ഇത്രയും ചാനലുകളെ എതിർക്കുമ്പോഴും ഒരാളിൽ നിന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് അസഹിഷ്ണുത, അതെയല്ലേ അസഹിഷ്ണുത. എന്തുകൊണ്ട് നിങ്ങളുടെ കൊട്ടേഷൻ നിങ്ങൾക്ക് വിജയിക്കണം. ആകെ ഒരു ഇൻസ്റ്റാ പേജും ആകെ ഒരു യൂട്യൂബറും മാത്രമാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസയുടെ പുറമെ പോകേണ്ട ആവശ്യമില്ല, വേണ്ട. പിന്നെ ഈ വീഡിയോ ഇട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി നാർത്തരം കാണിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ മോണിറ്ററേഷൻ കട്ടാണ്. അതുകൊണ്ട് ഇമ്മാതിരിയുള്ള ഡയലോഗൊക്കെ വീട്ടിൽ വെച്ചിരുന്നാൽ മതി. പിന്നെ മക്കളെ അവിടെ പോയി ഇന്ന് കൂവിയവർക്ക് ചാനലുകളിൽ വോയിസ് അയച്ചു കൊടുത്ത് ആരുടെ വോയിസാണ് വെച്ചേക്കുന്നത് ഇവർക്കെല്ലാം കൺഗ്രാറ്റ്സ്. പോയിട്ട് ഗോതമ്പുണ്ട തിന്നുള്ള എല്ലാ വകുപ്പും ഉണ്ട്. അടിസ്ഥാനപരമായിട്ട് സൂപ്പർ പരിപാടിയാണ്. പിന്നെ ഒലിവിയ എന്നുള്ള പേര് മുതൽ എല്ലാണത്തിനും വെച്ചിരിക്കുന്ന എല്ലാണത്തിനും കിട്ടാനുള്ള അന്തസ്സായിട്ടുള്ള സാധനം ഇതാവുന്നുണ്ട്. അതേ കണക്ക് ഇവരുടെ വീട്ടിൽ ഇവരെ പറ്റി അഭിഹിതമൊക്കെ പറഞ്ഞവർ പോയി തെളിയിക്കണം. ഈ പെൺപിള്ളേർ കയറി ഇറങ്ങുന്നതിനൊക്കെ വേണ്ടി ഇറങ്ങി തോന്നുന്നുണ്ടോ? അവർക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ അവർ ഈ പരിപാടിക്ക് വരുമോ? നിൻ്റെയൊക്കെ നക്കാപ്പിച്ച കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ വരും ഇറങ്ങി വന്നു. ഇപ്പോൾ പെട്ടതാരാണ് മക്കളെ? നിങ്ങളാണ് പെട്ടത്. എനിക്കറിയാമെന്ന് നിങ്ങളെ വെച്ച് കളിപ്പിക്ക് വന്നു. ഇതിൽ പലരും വിളിച്ച് മാപ്പ് പറഞ്ഞു, പലരും ഇത് എന്തുവാന്ന് സ്ട്രൈക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളാരായി? കമൻ്റ് വിളികളാരായി? അവർക്ക് രജിസ്ട്രേഷൻ ഇല്ല, അവർക്ക് അതില്ല, മടയില്ല, ബോടയില്ല. ഇപ്പോൾ അടുത്ത ഒരു സാധനം കൂടെ വരുന്നുണ്ട്. ആ സ്ഥാപനത്തിന് വേണ്ടി ഈ പറയുന്ന ഇവരെ എംപ്ലോയീസിന് വേണ്ടി ഒരു യൂണിയനും കൂടെ വന്നിട്ട് ഒരു കേസും കൂടെ എടുക്കുന്നുണ്ട്. കാര്യം സ്ഥാപനങ്ങൾ പൂട്ടാൻ വേണ്ടി ഒക്കേഷണലി ഇതെടുക്കുന്നു, കൊട്ടേഷൻ എടുക്കുന്നു എന്ന് വ്യക്തമായ തെളിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ കൊട്ടേഷൻ സംഘത്തിൻ്റെ പേരിലുള്ള കേസ് പുറമെ വരുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു കേസും കൂടെ വരുന്നുണ്ട്. വെച്ചോ ഒരു സ്ഥാപനം. ആ സ്ത്രീ ചെയ്ത തെറ്റെന്താണ്? 4 പേർക്ക് പണി കൊടുക്കാൻ വേണ്ടി അവർക്കൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട്, ആദ്യം മുതലേ വെബ്സൈറ്റ് തുടങ്ങിയിട്ട് ഇതങ്ങോട്ട് വിറ്റാതിയായിരുന്നു. ഇവർക്ക് ഇത്രയും ആൾക്കാരുടെ ചിലവുണ്ടോ? 4-5 പേരെ വിശ്വസിക്കാൻ കൊള്ളുന്നവരെ കൂടെ നിർത്തിയിട്ട് ഈ പരിപാടിയായിട്ട് മുമ്പോട്ട് പോയിരുന്നു. അവർ വിചാരിച്ചു 4 സ്ത്രീകൾക്ക് ജോലി കിട്ടണം. ആർക്ക്? സ്ത്രീകൾക്ക്. അപ്പം വീട്ടിലിരിക്കുന്ന കുത്തിത്തിരിപ്പ് തോന്നുന്ന കുറേ നാറിയ സ്ത്രീകൾ എന്താ ചെയ്തേ? കണ്ണ് കടിച്ചു. അപ്പോൾ അവരും കൂടെ പോയി ഇവിടുന്ന് വെളിയിൽ പോയവർക്ക് നല്ല കണ്ണടിയുണ്ട്. കാര്യം അവരുടെ ആ ഒരു സാഹചര്യം, ആ അറ്റ്മോസ്ഫിയർ, ഇത്രയും വലിയ സ്ഥാപനങ്ങൾ, വലിയ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവർ കൊടുക്കാത്ത അത്ര കെയറും കാര്യങ്ങളും ഒക്കെ കൊടുത്തു, ഫുഡും എല്ലാം കൊടുത്തു. പിന്നെ എന്നോട് ഒരാൾ ചോദിക്കുന്നത് ഫുഡ് കൊടുത്തിട്ട് പരസ്യത്തിലുണ്ടായിരുന്ന ഫുഡ് ഫ്രീ ആണെന്ന്. നിങ്ങൾ ഫെയർ ലവ്ലിയുടെ പരസ്യം കാണുമ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട് വെളുക്കുമെന്ന്. അങ്ങനെയാണോ? അപ്പം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ചിലരൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി വന്ന് പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞില്ല എന്ന്. ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ 1 വർഷം 2 വർഷം അവിടെ എന്തിന് ജോലി ചെയ്തു? വ്യക്തമായ ചോദ്യമാണ്. 27 ദിവസം അവിടെ ജോലി ചെയ്തിട്ട് ഒരാൾ പറയണം 27 ദിവസത്തെ ശമ്പളം വേണമെന്ന്. നിങ്ങൾക്കൊരു സീനിയർ സ്റ്റാഫിനെ വെച്ചിട്ടല്ലേ ഇവിടെ ജോലി ചെയ്തത്? നിങ്ങൾ എന്തെങ്കിലും തൊഴിൽ ചെയ്തു? നിങ്ങൾക്ക് ജോലി കാണിച്ചു തന്നു, അതല്ലേ അവർ ചെയ്ത തെറ്റ്? അപ്പോൾ ഇതുപോലുള്ള നാറിയ പരിപാടി കാണിച്ചവർക്ക് എല്ലാവർക്കും കിട്ടും. യൂട്യൂബുകളെ നമ്പി മുന്നോട്ട് വന്ന എല്ലാവർക്കും അടിപൊളി. പിന്നെ വെളിയിലിറങ്ങിയിട്ട് കണ്ണ് കടിക്കുന്നവർക്കും നല്ല അടിപൊളി സമ്മാനം വരുന്നുണ്ട്. ഇപ്പം എന്തായി? മേലിൽ ഒരാളും ഒരു സ്ഥാപനത്തെ പൂട്ടാൻ വേണ്ടി കൊട്ടേഷൻ എടുക്കരുത്. കിക്കെന്ന് പറയുന്ന നാറിയ സംഘടനയുടെ വൃത്തികെട്ട പരിപാടികൾ നിങ്ങൾ പുറത്തറിയാൻ പോകുന്നേ ഉള്ളൂ. അവരെടുത്ത കൊട്ടേഷൻ്റെ കാര്യങ്ങൾ വ്യക്തമായി. മോനെ കൈസേ, പാലും വെള്ളത്തിൽ പണി വരുന്നുണ്ട്. അപ്പം ഇതിനും എനിക്ക് തെറിവിളിയായിരിക്കും വരുന്നത്. അപ്പം ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മാന്യമായ രീതിയിൽ പറ്റുമെങ്കിൽ എഴുതുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.